തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം. ഏറെ നാളായി കേൾക്കുന്ന, ചർച്ച ചെയ്യുന്ന തിരുവനന്തപുരം മെട്രോ ഉടൻ യാഥാർത്ഥ്യമാകും. കേരളത്തെ രണ്ടാമത്തെ മെട്രോ നഗരം തിരുവനന്തപുരമായിരിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ഫയലിൽ ഉറങ്ങിയ പദ്ധതി നീണ്ട 10 വർഷങ്ങൾ പിന്നിടുമ്പോഴും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അനുദിനം വർദ്ധിക്കുമ്പോൾ നഗരവാസികൾക്ക് ആശ്വാസമാകാൻ കഴിയുന്ന മെട്രോ ഉടൻ വരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പദ്ധതിയുടെ ഭാഗമായ സമഗ്ര ഗതാഗത പദ്ധതി, ഓൾട്ടർനേറ്റ് അനാലിസിസ് റിപ്പോർട്ട് എന്നിവ സർക്കാരിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. പദ്ധതിയുടെ കാര്യത്തിൽ ഈ വർഷം തന്നെ നിർണായക തീരുമാനത്തിലേക്ക് പിണറായി സർക്കാർ കടക്കുമെന്നാണ് കരുതുന്നത്. ഈ വർഷം മെയിൽ സമർപ്പിച്ച അലൈൻമെന്റ് മാറ്റി പുതിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ പള്ളിപ്പുറം ടെക്നോസിറ്റിക്കും ബയോ പാർക്കിനും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും സമീപത്തായിരുന്നു ടെർമിനൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പുതിയ അലൈൻമെന്റ് പ്രകാരം ടെക്നോസിറ്റിക്ക് പകരം കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന തരത്തിലാണ് മാറ്റം നിർദ്ദേശിച്ചത്. ഒന്നാം ഘട്ടം കഴക്കൂട്ടം ടെക്നോ പാർക്ക് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെയാണ്. ടെക്നോ പാർക്കിൽ നിന്ന് ആരംഭിച്ച് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, മുറിഞ്ഞപാലം, പട്ടം, PMG ജംഗ്ഷൻ, നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം, ബേക്കറി ജംഗ്ഷൻ, തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, പുത്തിരിക്കണ്ടം മൈതാനം എന്നിങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അന്തിമ അലൈൻമെന്റ് ഉൾപ്പെടെ AR അംഗീകരിക്കപ്പെട്ടതോടുകൂടി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അയക്കും. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ ഇത് അനിവാര്യമാണ്. കൊച്ചി മെട്രോ റെയിലിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. സർക്കാർ നിർദ്ദേശിച്ച റൂട്ടിലേക്ക് അന്തിമ അലൈൻമെന്റ് റിപ്പോർട്ടുകൾ KMRL സമർപ്പിച്ചിരുന്നു. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, മെഡിക്കൽ കോളേജ്, വൈദ്യുതി ഭവൻ, നിയമസഭ, സെക്രട്ടേറിയറ്റ്, യൂണിവേഴ്സിറ്റി കോളേജ്, വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റോഡിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ മെട്രോ റെയിൽ പൂർത്തിയാകുമ്പോൾ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സർവീസ് ഉപയോഗിക്കുമെന്നാണ് സാധ്യതാ പഠനത്തിലെ കണ്ടെത്തൽ. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാതൃകയിൽ തിരുവനന്തപുരം കോഴിക്കോട് നടപ്പിലാക്കാൻ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. ഡൽഹി മെട്രോ ലൈൻ കോർപ്പറേഷൻ 2014 ആദ്യത്തെ വിശദ പദ്ധതി രേഖ സംസ്ഥാനത്തിന് നൽകി. പദ്ധതി വൈകിയതോടെ മാറിയ സാഹചര്യം വിലയിരുത്തി പുതിയ DPR തയ്യാറാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇതോടെ 2021 പുതുക്കിയ DPRും DMRCക്ക് നൽകി. എന്നാൽ സംസ്ഥാനത്തെ റെയിൽ പദ്ധതികൾക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതോടെ KRTL പിരിച്ചുവിടാനും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 2022 KMRL ഏറ്റെടുത്തതിനു ശേഷമാണ് രണ്ടിടത്ത് മെട്രോ ആവശ്യമുണ്ടെന്നറിയാൻ സമഗ്ര ഗതാഗത പദ്ധതി തയ്യാറാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ DPR പ്രകാരം പുതിയ റൂട്ടുകൾ തീരുമാനിച്ചെങ്കിലും അലൈൻമെന്റിൽ വീണ്ടും മാറ്റം വരുത്തണമെന്നാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അതേസമയം പഴയ അലൈൻമെന്റ് പ്രകാരം നഗരത്തിലെ തിരക്കിലേക്ക് കടക്കാതെ തന്നെ മെട്രോയിൽ പ്രവേശിക്കാമെന്നതായിരുന്നു പ്രത്യേകത. എന്നാൽ റൂട്ട് ചുരുക്കുന്നതോടെ മെട്രോയുടെ പ്രസക്തി തന്നെ നഷ്ടമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ റൂട്ടുകൾ ഇടയ്ക്കിടെ മാറ്റുന്നത് മെട്രോയുടെ നിർമ്മാണം അനന്തമായി നീളുമെന്ന ആരോപണവും ഉയർന്നിരുന്നു. കഴക്കൂട്ടത്ത് തന്നെ പ്രധാന ടെർമിനൽ വരുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന പരാതിയും നിലനിൽക്കുന്നു.